തിരുവനന്തപുരം നഗരത്തിൽ 19-കാരൻ അലനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. ഇന്നലെയായിരുന്നു ഈ സംഭവം നടന്നത്. ഫുട്ബോൾ കളിയിൽ രണ്ട് ടീമുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കത്തിനൊടുവിലാണ് കുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടി അവസാനം ഇത് തീർത്ത് പറയാൻ ചെന്ന ആൾ മരിച്ചു എന്നുള്ള വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ സംഘർഷം ആസൂത്രിതമായിരുന്നു. ഇത് വൈരാഗ്യം നേരത്തെ തന്നെ ഉള്ളതായിരുന്നു. ഇന്നലെയാണ് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ ഒറ്റക്കുത്തിന് അലൻ മരിച്ചുപോയത്. ഷബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരം നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. ഷബീദ്, അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പം ഇതൊരു ഓർക്കാപ്പുറത്തുണ്ടായ ഒരു സംഘർഷമല്ല, ആസൂത്രിതമാണ് അല്ലേ? എസ് കെ ഉറപ്പായിട്ടും, കാരണം അത് തെളിയിക്കുന്ന ചില സൂചനകൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം. മാത്രമല്ല എസ് കെ, ഇന്നലെ ഈ വൈകിട്ട് ഏതാണ്ട് 4:30-5 മണി സമയത്തായിരുന്നു തിരുവനന്തപുരം തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിന് സമീപം വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. അത് കേവലം സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമല്ല, കാപ്പ കേസിലെ പ്രതിയും റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട തൈക്കാട് സ്വദേശി സന്ദീപ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ സംഘർഷത്തിൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് അലൻ എന്ന് പറയപ്പെടുന്ന 19 വയസ്സുകാരൻ ഒറ്റ കുത്ത് നെഞ്ചത്ത്, അതൊരു പ്രൊഫഷണൽ കുത്ത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം. അങ്ങനെ ഒരു ഒറ്റ കുത്തിന് അലന് ജീവൻ നഷ്ടമായി. ആ സംഭവം അടക്കം ആസൂത്രിതമായി ഉണ്ടായതാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് സംശയിക്കുന്ന കാര്യം. കാരണം ആ പ്രദേശത്ത് നമുക്കറിയാം തിരുവനന്തപുരം നഗരമാണ്, തൈക്കാട് തൊട്ട് താഴെ ഈ പറയുന്ന രാജാജി നഗർ കോളനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് രണ്ട് ഫുട്ബോൾ ടീമുകൾ തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിന് ശേഷം, അതായത് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ആ തർക്കത്തിന് ശേഷം ഇവർ നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിത കൊലപാതകമാണോ ഇതെന്നുള്ള സംശയം പോലീസിന് ബലപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളൊക്കെ ഈ കുട്ടികളോടൊപ്പം ആ സംഘർഷത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. നിലവിൽ ഇപ്പോൾ 2 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. എന്നാൽ ഇവരാണ് അലനെ കുത്തിയതെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. പോലീസ് സംശയിക്കുന്നത് മറ്റൊരാളാണ് അലനെ കുത്തിയത് എന്നുള്ളതാണ്. അയാൾ ഒളിവിലാണെന്നും പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ 6 പേർ ഈ കേസിൽ പ്രതികളാകും. അതിൽ 4 പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ, ആരാണ് അലനെ കുത്തിയത്, അതായത് നിലവിൽ ഇപ്പോൾ പോലീസിന് ഒരു സാക്ഷിമൊഴി ലഭിച്ചിരിക്കുന്നത് ഹെൽമറ്റ് കൊണ്ട് അലനെ തലക്കടിച്ച ശേഷം കത്തി കൊണ്ട് നെഞ്ചിൽ കുത്തി എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് കൃത്യമായി കുത്തിയെന്ന് കണ്ടെത്താൻ പോലീസ് CCTVകൾ ശേഖരിക്കുന്നുണ്ട്. മാത്രവുമല്ല ഗൗരവമുള്ള അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കൊക്കെ പോലീസ് വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.